പിക്സൽ ആപ്പ്. ഈ 3 ആപ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഈ 3 ആപ്സും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ടൂൺമി എടുക്കുക. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കാർട്ടൂൺ മോഡൽ ഒരു ഇമേജ് വരും. ആ ഇമേജ് എടുക്കുക. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട പിക്ക് ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മെസ്സിയുടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗെറ്റിംഗ് റെഡി എന്നും പ്രോസസ്സിംഗ് എന്നും പറഞ്ഞ 2 ഓപ്ഷൻ വരും. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയില്ല. അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ രീതിക്ക് വന്നോളും. അഡ്സൊക്കെ വരും, അന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് കാണാൻ കഴിയും. മേക്കിൽ ഒരു 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഡിവൈസ് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഇമേജ് ആണോ വേണ്ടത് എല്ലാം ടൂൺമി കയറി ഇതുപോലെ ഇതേ സ്റ്റെപ്പിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് ഇറങ്ങാം. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ആപ്പാണ് ഇൻഷോട്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇമേജ് എടുക്കുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ടൂൺമിയിൽ ചെയ്ത് വെച്ചിരുന്ന ആ പിക്ക് എടുക്കുക. നിങ്ങൾ ഏതാണോ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പിക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്രോപ്പ് ബട്ടൺ വെക്കുക. അതിന് ഈ വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. ഈ വാട്ടർ മാർക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം താഴെ കാണുന്ന ഈ കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. അതിനുശേഷം ഈ താഴെ കാണുന്ന ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിക്ക് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പിക്കാണോ ഇതുപോലെ വേണ്ടത് അതെല്ലാം നിങ്ങൾ ആദ്യം ടൂൺമി കയറി കാർട്ടൂൺ മോഡലിൽ ഇമേജ് ആക്കി എടുക്കുക. അതിനുശേഷം ഇൻഷോട്ടിൽ വരിക, ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി എടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിനി വേണ്ട ആപ്പാണ് പിക്സൽ ആപ്പ് ഓപ്പൺ ആക്കുക. പിക്സൽ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളർ കൊടുക്കുക. കളർ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് സൈസ് എടുക്കുക. നിങ്ങൾക്ക് ഈ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എത്രയൊക്കെ വേണോ അതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മുകളിലത്തെ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രം ഗാലറി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട നിങ്ങളിപ്പോൾ ആ ചെയ്ത് വെച്ചിരുന്ന ആ പിക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മുകളിലത്തൊരു 3 ഡോട്ട് കാണും, അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പിക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പിക്ക് ആഡ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അടുത്ത പിക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരുപാട് പിക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൊണാൾഡീനോ ഒരു പിക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഈ പിക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം എനിക്ക് ബാക്കിലോട്ടാണ് ഈ പിക്ക് വരേണ്ടത്. അപ്പം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടു ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലോട്ട് ഈ ഇമേജ് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര പിക്കുണ്ടോ അതെല്ലാം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടു ബാക്ക് കൊടുക്കുക, പിക്ക് ലോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് സ്പീഡിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു സ്പീഡിന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്സ് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടേതായ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കുക. ഇനി ഏകദേശം എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലൊരു ക്യാപ്ഷൻ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഈ ലോക്ക് ചെയ്യുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നല്ലൊരു ക്യാപ്ഷൻ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി
ഈ ലോക്ക് ചെയ്യുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു ഓപ്ഷൻ കാണും, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എല്ലാ പിക്കൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ടിക്ക് ബട്ടൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ പിക്കെല്ലാം ഒരുമിച്ചായിട്ടുണ്ട്, അതായത് ഒരൊറ്റ ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം ഈ പിക്കൊന്ന് സെൻട്രലിലൊന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു രീതിക്ക് ഒരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നല്ലൊരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നല്ലൊരു ക്യാപ്ഷനോട് കൂടി നല്ലൊരു കാർട്ടൂൺ ഫോട്ടോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സേവ് എസ് ഇമേജ് കൊടുക്കുക. അതിനുശേഷം ക്വാളിറ്റി എടുക്കുക. ക്വാളിറ്റി ഹൈ ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അൾട്രയിലിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സേവ് ടു ഗാലറി കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കാണോ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് നമ്മളേതായ രീതിയിൽ നല്ലൊരു ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി ഫ്രെയിം ചെയ്യുന്ന ആരാണോ അവർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുക. ഫ്രെയിം ചെയ്ത് മേടിക്കുക ഫ്രണ്ട്സ്